ചേച്ചി, ശ്രീകുമാരേട്ടൻ, ശ്രീകുട്ടി, ശ്രീഹരി അല്ലെ? ഫുൾ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് എല്ലാവരും മറ്റേ വായിക്ക് റെസ്റ്റ് കൊടുക്കാതെ സംസാരിക്കുന്ന ആളുകളാണ്. സംസാരം അതാണ് നമ്മുടെ മെയിൻ. കൂട്ടത്തില് ഇച്ചിരി ഒന്ന് ഒതുങ്ങുന്നത് ഇവരാണെന്ന് തോന്നല്ലേ? അത് ആളുള്ളോണ്ടാണോ അതോ ഇവൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അതെ ഫോം ആവണം. അതെ ശ്രീകുട്ടി അത് തന്നെ, എല്ലാവരും അത് തന്നെ. ഒന്നിനൊന്നും വെച്ചോ കണ്ണ് തട്ടാതിരിക്കട്ടെ നിങ്ങളുടെ ഫാമിലിക്ക്. അപ്പം ചേച്ചി, അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാല് കോവിഡ് ടൈമില് അല്ലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അന്ന് പ്രതീക്ഷിച്ചിരുന്നോ നമ്മള് ഇത് നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു പാർട്ട് ആവും? ഒരിക്കലും ഇല്ല. അതായത് എന്താ പറയാ, നമ്മളൊരു ജസ്റ്റ് ഫോർ ഫൺ, ഒരു തമാശക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് പിന്നെ അതിപ്പോ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് മാറുകയാണ് ചെയ്തത്. ഒരിക്കലും നമ്മൾ ഈ ഒരു ഇതിൽ വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സംഭവമല്ല, യാദൃശികമായിട്ട് വന്നു കിട്ടും. അതെ. നിങ്ങൾക്ക് എങ്ങനെയാ സ്കൂളിലൊക്കെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ടീച്ചേഴ്സിന്റെയും ഭയങ്കര സപ്പോർട്ടാണ്? അതെ. ഫ്രണ്ട്സ് ഒക്കെയോ? ഫ്രണ്ട്സ് ഒക്കെ ഇവരുടെ ഫാൻസ് ആണ് മെയിൻ ആയിട്ട്. ആണ്. അച്ഛനാണോ അമ്മയ്ക്കാണോ ഫാൻസ് കൂടുതൽ? രണ്ടുപേർക്കും ഒരുപോലെ. ഏറ്റവും ടീച്ചേഴ്സ് ഒക്കെ ഇതേപോലെ പേരന്റ്സ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോ എങ്ങനെ? വീഡിയോയുടെ കാര്യമാണ് കൂടുതൽ പറയില്ല, കുറിച്ചാണ് ചോദിക്കുന്നത്. അതെ. പഠിക്കാൻ എങ്ങനെയുണ്ട് രണ്ടാളും? കുഴപ്പമില്ല, രണ്ടുപേരും. അതിൽ ഞങ്ങൾ ലക്കാണ്. നമുക്ക് കാര്യം രണ്ടാളും അവരുടെ കാര്യങ്ങൾ നമ്മളൊന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യങ്ങൾ അവരെ എണീക്കുകയും പഠിക്കുകയും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല ഒരു കണ്ടന്റ് അറിയാലോ, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഷൂട്ടിന്റെ കാര്യം നമ്മൾ തൽക്കാലം നല്ല ബിസി തന്നെ ആയിരിക്കും. അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്തോളൂ. നമുക്കൊരു കുഴപ്പമില്ല. ചേച്ചി, ചേട്ടൻ പണ്ട് മുതലേ മറ്റേ കാക്കിക്കുള്ളിലെ കലാകാരനായിരുന്നു? ആദ്യമൊന്നും പറഞ്ഞില്ല, പിന്നീട് ഈ ടിക്ടോക്ക് ആ ടൈമിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ പാട്ടൊക്കെ പാടുവരുന്നത്. ചെറിയ ചെറിയ പിന്നെ കുഴപ്പമില്ല, കോളേജിലൊക്കെ ചെയ്യാറുണ്ട്. അതായത് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ആക്ച്വലി കലാപ്രവർത്തനം ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്തിന് മുൻപ് തന്നെ സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടുമായിരുന്നു. മിമിക്രി, മിമിക്സ് പരേഡ്, പിന്നെ നമ്മൾ പണ്ട് ഈ ഉത്സവപ്പറമ്പിലൊക്കെ മട്ടപ്പരിപാടി കളിക്കാൻ പോകുമായിരുന്നു. അതായത് ഈ വലിയ വലിയ പ്രോഗ്രാം ഇല്ലേ, വലിയ വലിയ പ്രോഗ്രാം നടക്കുന്നതിന്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ആ ഒരു ഇന്റർവെൽ സമയത്ത് മാട്ടപ്പരിപാടി കളിക്കും. ഞങ്ങൾ കുറച്ചേര് പോയിട്ട് മിമിക്രി, പാട്ട്, ഡാൻസ്, അപ്പൊ അതിനവര് ചെറിയ പൈസയൊക്കെ തരും നമുക്ക്. അങ്ങനെ ഞാൻ പോകുമായിരുന്നു. പിന്നെ കോളേജ് പഠനകാലത്ത് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മിമിക്രി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സ്റ്റേജിലൊക്കെ പരിപാടി കളിക്കാൻ പോകുമായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ കലാപ്രതിഭയായിരുന്നു 3-4 വർഷം. കലാപ്രവർത്തനമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു പോലീസുകാരനായത്? അതെ, ഞാൻ ആക്ച്വലി കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിന്നെ അറിയാലോ നമുക്കൊരു ജോലി എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു 98-99 കാലഘട്ടത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ജോലി നമുക്ക് കിട്ടും, കയറാൻ പറ്റും. അങ്ങനെ ഞാൻ CRP പോയി. 19 വയസ്സിൽ തന്നെ CRP പോയി. പിന്നെ സർവീസ് ചെയ്തു. അത് കഴിഞ്ഞ് 10 വർഷം സർവീസ് കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്കാരത്തിയെ കല്യാണം കഴിക്കുന്നത്. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഗുജറാത്തിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഫാമിലി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. വർഷത്തില് ഒരു വർഷം 2 മാസത്തെ ലീവ് അല്ലേ കിട്ടുള്ളൂ. അതെ. അപ്പൊ ആ സമയം പിന്നെ നമുക്ക് അതെ എല്ലാവരും ഒരു ഫാമിലി ആകുമ്പോൾ ഒന്നിച്ച് നിൽക്കണം. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ലാസ്റ്റ് ഒരു 5 വർഷം ഒന്നിച്ചിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരിക്കലും നമ്മൾ ഈ ഒരു ഇത് വരുന്ന എനിക്ക് തോന്നുന്നു. എങ്ങനെ കറക്റ്റ് ആയിട്ട് ഒത്തു കിട്ടിയത് ഇങ്ങനെ ഒരാളെ? അതാണ് എന്താ പറയാ ഒരു ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പുള്ളിക്കാരത്തി ഡാൻസ് കാര്യങ്ങളൊക്കെ അതെ അതാ പറഞ്ഞത്. അങ്ങനെ കറക്റ്റ് ഒരേപോലത്തെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നടക്കില്ല. കാര്യം എന്ന് പറയാൻ എന്താ പറയാ, ഞാൻ നമ്മളൊരു പഴഞ്ചൊല്ലി പറയും പോലെ തലയെ പിടിക്കുമ്പം നമ്മൾ കാലി പിടിക്കണമെന്ന് പറഞ്ഞ കണക്ക് ഞാനൊരു സാധനം പറയുമ്പം, നമ്മളൊരു കണ്ടന്റ് പറയുമ്പോൾ, ഒരു സാധനം പറയുമ്പോൾ പുള്ളിക്കാരത്തി എന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഐഡിയാസ് തരാറുണ്ട്. എനിക്ക് മക്കളും തരാറുണ്ട്. പിള്ളേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ കൗണ്ടേഴ്സ് ഇട്ട് തരുന്ന ഇവര് രണ്ടാളുമാണോ? ഇവരാണോ?
അതിന്റെ ഉസ്താദാണ് ആണോ? കണ്ടറിന്റെ ഉസ്താദാണ്. അവര് ചെയ്യപ്പം പറഞ്ഞു കൊടുക്കും. അതെ, അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേരൻസിനെയും കിട്ടിയല്ലേ? ഇവര് കൂടുതൽ ഫ്രണ്ട്ലി ആണ്, നമ്മുടെ അടുത്ത് ഇങ്ങനെ സ്ട്രിക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ട് എല്ലാം പറയാം. അങ്ങനെ ഭയങ്കര അച്ഛൻ മക്കള് ഭയങ്കര പണ്ടത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ല നമ്മൾ. എല്ലാവരും പിള്ളേരൊക്കെ ചിലപ്പോൾ വിചാരിക്കത്തില്ല അച്ഛൻ പോലീസ് ആയതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ മേ ബി പിള്ളേർക്കൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒന്നിച്ച് നിന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കോവിഡ് വന്നു, എല്ലാം ലോക്കായി. നമ്മളെപ്പോഴും ക്വാർട്ടേഴ്സിൽ ഒന്നിച്ചുണ്ട്. പിന്നെ നമ്മൾ മസിൽ പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഫ്രണ്ട്സായി ഇപ്പോഴും അങ്ങനെയാണ്. അത് ഒരു ടീനേജേഴ്സ് ആണല്ലോ രണ്ടുപേരും ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ ഫ്രണ്ട്സിന് തന്നെ മേ ബി പലർക്കും വീട്ടിൽ ചിലപ്പോൾ അത്രയും ഒരു ഫ്രീഡം അല്ലേ പേരൻസിനോട് ഉണ്ടാവത്തില്ല. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ഡിഫറൻസ് ഇപ്പം നമുക്കിപ്പം എക്സാമിന് മാർക്ക് കിട്ടിയാലും ഇപ്പൊ സ്ട്രിക്റ്റ് ആണെങ്കിൽ നമുക്ക് അതൊക്കെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കിട്ടിയവര് കൂളാണ്, അടുത്ത വർഷം പിടിക്കാൻ ഉള്ളത് മതി. അങ്ങനെ ഒരു മൈൻഡ് സപ്പോർട്ട് ചെയ്യും. പറ്റും അടുത്ത പ്രാവശ്യം നല്ലോണം വാങ്ങിക്കണം, സപ്പോർട്ട് ചെയ്യും. പിന്നെ ഭയങ്കര കോമഡിയാണ്, ഭയങ്കര ഫണ്ണായിട്ട്. അതെ. കൂട്ടത്തിൽ ആരാ മൂത്തത്? പെട്ടെന്ന് കൈപൊക്കും. കണ്ടാ പറയില്ലേ? ഞാൻ വന്ന് ഇത് ചോദിച്ചപ്പോഴത്തേക്കേ പെട്ടെന്ന് ഞാൻ 9-ലാണെന്ന് അവൻ അത് വന്നോട് പറഞ്ഞു ഞാൻ 9-ലാണ്. നേരത്തെ വേണ്ട. എന്താണ് ഈ മൂത്തതാന്ന് പറയുന്നത്? ഒരു ഭാരമാണോ അതോ ഒരു ഭാരമാണോ അതൊരു? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കളിയൊക്കെ ഉണ്ട്. കുറച്ച് ചേട്ടൻ ചെമ്മയിലുണ്ട്. അടി കൂടാറുണ്ട് രണ്ടെണ്ണം. തർക്കങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അടിയും കൈ വെക്കുന്ന പരിപാടി അങ്ങനൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. അത് വേറൊരു കാര്യം, രണ്ടുപേർക്കും അത്യാവശ്യം നല്ലോണം ഹിന്ദി അറിയാന്നുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും കേട്ടാലും മനസ്സിലാവത്തില്ലല്ലോ. ഹിന്ദിയിൽ അങ്ങ് തുടങ്ങും. മനസ്സിലാവത്തില്ലല്ലോ. അതല്ല, നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. പുള്ളിക്കാരത്തേക്ക് വലിയ നന്നായിട്ട് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. അയ്യോ, അപ്പൊ ചേച്ചിനെ പറ്റിക്കാൻ ഇവര് 3 പേരും കൂടെ ആക്ഷനില് മനസ്സിലാവും. ആക്ഷൻ പിടിക്കും. അതൊക്കെ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കി ഫെയിലായ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഇവര് ആ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് വഴക്ക് ഇവര് ആ ഒരു മീഡിയയിലിട്ട് അങ്ങ് മാറ്റും. ആ സമയത്ത് ഒന്നും മനസ്സിലാവത്തില്ല. അറ്റ് ലാസ്റ്റ് ആരാ ഇടപെടേണ്ടത്? ഇടയ്ക്ക് ഞാൻ ചെന്ന് വലിയ ഇതായപ്പോഴും പിന്നെ ഞാൻ ചെന്ന് രണ്ടുപേരും എന്നാലും ഈ ഒച്ചത്തില് സംസാരിക്കപ്പോഴേ അപ്പൊ ഞാൻ വഴക്ക് പറയും. ഈ നമ്മുടെ പേജിന്റെ ഈ കപ്പയും കാന്താരിയും പേരിടാൻ എന്താ കാരണം? അങ്ങനെ ഒരു പേരിടാനുള്ള ഇങ്ങനെ നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു ഏത് പേര് വേണം. ഈ ഉപ്പും മുളകും അങ്ങനെ ഒരു കോംബോ രീതി പിടിക്കാന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു. ആക്ച്വലി ഇത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ കോവിഡ് സമയത്ത് ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ടിക്ടോക്കിലാണ് സംഭവം നമ്മൾ ചെയ്തു തുടങ്ങിയത്. അപ്പൊ ടിക്ടോക്ക് പിന്നെ അതൊക്കെ ബാനായി. അതിനുശേഷം പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല പേര് വേണം, കാരണം സംതിങ് വെറൈറ്റി വേണം എന്നുള്ളൊരു ചിന്താഗതി വന്നപ്പോഴാണ് മക്കളോട് പറയുന്നത്, നിങ്ങൾ തപ്പ്, ഒരു പേര് തപ്പ് എന്നിട്ട് രണ്ടുപേരും കൂടെ